പച്ചക്കറി ഞാൻ വിചാരിക്കത്തൊരു പച്ചക്കറി കിട്ടിയത് ഇത് ദൈവാദി തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് വേറിട്ടൊന്നല്ല. ഇങ്ങനെ ആയിട്ടില്ല. നമ്മൾ ചെറുപ്പത്തിൽ എന്തോരം വളർത്തില്ല ഈ മോൻ ഇതിങ്ങനെ കൊണ്ടുവന്നത്. ഭയങ്കര നന്ദിയായിട്ട് ഉണ്ട് ദൈവാദിന് കേട്ടോ. അവൾ അത് ദൈവം എനിക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത് ദൈവം തോന്നിച്ചിട്ടുണ്ടല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ വരുമോ? നമ്മളെ മനസ്സിൽ ആശിച്ചതൊന്നും കിട്ടില്ല. അതെന്തോരം കണ്ട ഇതൊക്കെ എൻ്റെ മക്കൾക്ക് ഞാൻ വിചാരിക്കാത്ത ഒരു പച്ചക്കറി എനിക്ക് കിട്ടിയില്ലേ. മരുന്നിന് എല്ലാ കാര്യത്തിലും മരുന്നിനായിട്ടും അവന് കഴിക്കാനായിട്ടും എന്തിനായിട്ടും എനിക്ക് ഈ കാശിന് ഒരു പൈസ പോലും എനിക്ക് കിട്ടാൻ വരായില്ല. ഒരു പൈസ നമുക്ക് കിട്ടാൻ ഒരു വരായില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? ദൈവത്തിന് വിളിച്ച ദൈവം വിളിവെക്കാന്നല്ലാണ്ട് ദൈവം എനിക്ക് വഴി എറിഞ്ഞു തരുമോ? നമസ്കാരം, ഞാൻ കിടു മീഡിയ കണ്ണനാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ എടത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് നിങ്ങളോട് ഈ വീഡിയോ കാണുന്ന നമ്മുടെ പേജിലുള്ള എല്ലാ കൂട്ടുകാരോടും ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ അമ്മയുടെ പേര് കോമളം എന്നാണ്, ഇടത്തുരുത്തിയിലാണ് വീട്. ഈ അമ്മയുടെ മോന് വയ്യാത്തതാണ്, ആൾ വീൽ ചെയറിലൊക്കെയാണ് വീട്ടിൽ നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിങ്ങനെ വന്നേ, ഈ ഒരു വീടിൻ്റെ അവസ്ഥ ഇതുണ്ടോ? ആ അമ്മ ഞാൻ വന്നപ്പോഴും ഓരോന്ന് എടുത്ത് കാണിക്കോ? ഒന്നുമില്ല ഇതിനകത്ത്. ഈ ടിന്നുകളിലൊന്നും ഒരു സാധനം, ഈ ടിന്നൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിലൊന്നും ഒരു സാധനവും ഇല്ല. ഇതുണ്ടോ? ഫുഡ് ഐറ്റംസ് വെക്കാനുള്ള ഒരു ഐറ്റംസും ഇല്ല. അമ്മ എന്താ കഴിക്കുന്നത് ഇപ്പോൾ വൈകിട്ട്? വൈകിട്ട് ഞാനിത് ഇപ്പം ശിവരാമ എനിക്ക് ഒരു പാക്കറ്റ് അവല് കൊണ്ടുവന്നു. അത് നനച്ചിട്ട് അവലാണോ വൈകിട്ട് കഴിക്കുന്നത്? അവല് നനച്ചാണോ കഴിക്കുന്നത്? വേറെ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ല. അമ്മ ഈ വിറകൊക്കെ ഇതുണ്ടോ, കുറേ വിറക് മറ്റേ നമ്മുടെ വേലിപ്പത്തലൊക്കെ അല്ലേ, ഇത് വേലിപ്പത്തലൊക്കെയാണ്. വിറകൊക്കെ കീറിയിട്ട് കത്തിക്കാനല്ല ഒക്കെ പറക്കി നുള്ളിയും പറക്കും കത്തിക്കണം, നുള്ളിയും പറക്കി അയ്യാടുപ്പ തരണം. അതന്നെ ഒരു ഇതുണ്ടെങ്കിൽ മുന്നിൽ തന്നെ ഉണ്ട് അല്ലേ, അങ്ങനല്ലേ? ആ പണ്ടത്തെ ഇടപാടുണ്ട് മോനെ. എന്തായാലും നമുക്ക് ഈ ഒരു അടുക്കള കണ്ടാൽ അറിയാം അമ്മയുടെ അത്രത്തോളം അമ്മയ്ക്കുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ദുഃഖം ദുരിതം ദൈവം വെച്ച് തന്നു. ഞാൻ അനുഭവിക്കാണ്ട് എനിക്ക് ആരുമില്ല. ഒരു കല്ല് ഉപ്പ് മേടിച്ച് തരാതെ എനിക്ക് ആരുമില്ല കേട്ടോ. ഞാൻ തന്നെ ഈ വയറും കൊണ്ട് നടക്കാൻ പറ്റാത്ത ഞാൻ ഈ വയസ്സകാലത്ത് എനിക്ക് നല്ല പ്രായത്തും എനിക്ക് ഞാൻ പണി തന്നെ എടുക്കണം. എന്താ ചെയ്യുന്നത്? കർമ്മം ഇങ്ങനെ ആയിപ്പോയി. എനിക്കിപ്പോൾ എന്ന് വെള്ളപ്പളൊന്ന് ഇടയ്ക്ക് വന്നിട്ട് ഇപ്പം അത് ഈ ശിവരാമനോട് എനിക്ക് ഉള്ള ചേച്ചിയുടെ വെള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചേച്ചിക്ക് വയ്യാണ്ടായാൽ ആരാ ഞങ്ങൾ തന്നെയല്ലോ ഓടി വരാം, ആരും അറിയിക്കുക. അവൻ തന്നെ ഒരു ഇത് ഫോൺ കൊണ്ടുവന്ന് തന്നു. അത്യാവശ്യം വരുമ്പോൾ വിളിക്കണ്ടേ. അത് കാരണം എനിക്കിങ്ങനെ നമുക്ക് സഹായങ്ങൾ കിട്ടി. എല്ലാത്തിനും ഒന്ന് ചികിത്സയ്ക്ക് വേണ്ടി പോയി ഒന്ന് ഒരു ഗുളിക മേടിക്കാൻ, തലകറക്കത്തിൻ്റെ ആയാലും എന്തിനായാലും ഓരോ ഗുളിക മേടിക്കാൻ ഈ വെയിലും കൊണ്ട് പോകണം ഞാൻ മോനെ. എനിക്കാരുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഒന്നിനും എനിക്കില്ല. പാവളർത്ത എനിക്ക് താവളത്തിൽ വെള്ളം കുടിച്ച് ചാവാലോ. എൻ്റെ മോൻ ആരുണ്ടെന്നുള്ള ഒരു വിഷമമുള്ളൂ എനിക്ക്. പിന്നെ എൻ്റെ അനിയനായാലും അവർക്കൊരു വീടും കാര്യങ്ങളും ഇല്ല. അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും മേടിച്ച് കൊടുക്കുകയും ചെയ്യും. അമ്മ ഞാൻ ചോദിക്കട്ടെ, അപ്പം മോൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ തന്നെയല്ലേ നോക്കുന്നത്? വയ്യാത്ത അതന്നെ ഞാൻ തന്നെയാണ്. ഇന്ന് ഇപ്പോൾ ഒരു പുറത്തേക്ക് ഒരു പണിക്ക് പോകാൻ പണിയില്ല. മാറ്റി തന്നാൽ മതി. എനിക്ക് എൻ്റെ മോൻ്റെ അസുഖം ഒന്ന് മാറി കിട്ടി അവന് തന്നത്തെ ഒന്ന് നടന്നു. ഇത് എല്ലാ കാര്യങ്ങളും അവന് ചെയ്തു കൊടുക്കണം. കുളിക്കാനും കുളിപ്പിക്കാനും അതൊക്കെ തിരുമ്പിടാനും എല്ലാതും ചെയ്യണം. ഇത് കൊച്ചു കുട്ടിയല്ല മോനെ. എന്താ ചെയ്യുന്നത്? അങ്ങനൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുക? എന്താ ഇതൊക്കെ എൻ്റെ മക്കൾക്ക് ഞാൻ വിചാരിക്കാത്ത ഒരു പച്ചക്കറി എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെയാണ് എന്നാ ആദ്യം ധർമ്മം കൊടുത്തിങ്ങനെ എനിക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ കൊടുത്താൽ പോയല്ലോ എന്നെന്തത് പറഞ്ഞു. ഞാൻ എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എവിടെ ചെന്നാലും ഞാൻ അങ്ങനെ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പറയാം. പറയുന്നുണ്ട്. എനിക്ക് വയസ്സാകാൻ അമ്മനെ നോക്കുന്നു, അമ്മ അമ്മ നോക്കുന്നു.
എനിക്ക് നടക്കുമ്പോൾ നന്നാ നീ തരാറുണ്ട്. പിന്നെ വീണ അമ്മ എന്തെങ്കിലും തരും, അത് മാത്രമല്ല. പിന്നെ തലകൾക്കം വീഴുമ്പോൾ കത്തുമ്മയൊക്കെ ഇരിക്കും. അപ്പോൾ ഇതാണ് അമ്മയുടെ മകൻ. ഈ അമ്മയുടെ മകൻ എന്ന് വെച്ചാൽ എണ്ണിച്ചിരിക്കുമ്പോൾ തല ഇറങ്ങിയിട്ട് അപ്പോൾ തല ഇറക്കം വന്നിട്ട് പെട്ടെന്ന് വീഴും. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ അമ്മ തന്നെ വീൽ ചെയറിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് വെളിലോട്ടൊന്നും പോകത്തില്ലല്ലോ അല്ലേ? വീട്ടിൽ തന്നെയാണ്. രാവിലെ അമ്മ എണ്ണിച്ചുടനെ മോന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഫുഡ് ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇത് കണ്ടോ, ഇന്ന് നോക്കി വേണ്ടേ അവല് ഞാൻ നിങ്ങളെ വീഡിയോയിൽ മുമ്പ് കാണിച്ചു കണ്ടോ. ഈ ഉച്ച സമയത്തൊക്കെ ഇതാണ് കഴിക്കുന്നത്, ഈ ചേട്ടന് വേണ്ടി അമ്മ കൊടുക്കുന്നത്. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു വയ്യാത്തൊരു മകൻ എന്ന് വെച്ചാൽ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ആ മകനുള്ളത്. അപ്പോൾ ഈ ഒരു അമ്മ കഷ്ടപ്പെട്ടിട്ട് രാവിലെ എണ്ണീച്ചാൽ മകൻ്റെ കാര്യങ്ങൾ നോക്കി മകന് വേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അമ്മ തന്നെ ചെയ്യിപ്പിച്ച് അമ്മ തന്നെ മകനെ വീൽ ചെയറിൽ കൊണ്ട് കിടത്തുക, കുളിപ്പിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാം ഈ അമ്മ തന്നെ നോക്കുന്നത്. പക്ഷേ ഇപ്പം അമ്മ പറയുന്നത് വെച്ചാൽ അമ്മയ്ക്ക് കിട്ടുന്ന റേഷനും പെൻഷനും, ആ പെൻഷൻ കാശ് മോന് മരുന്നുകളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ആ പെൻഷൻ കാശ് എല്ലാം തീരുവാണ്. ആ പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ടാണ് മോനുള്ള കാര്യങ്ങളും ചികിത്സയൊക്കെ ചെയ്യുന്നത്. പിന്നെ അമ്മയുടെ ഭർത്താവിൻ്റെ അനിയനാണ്, അദ്ദേഹത്തിന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള പൈസയൊക്കെ കൊണ്ട് അദ്ദേഹം ഇവരുടെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അമ്മയ്ക്ക് മോനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പലപ്പോഴും അദ്ദേഹം വന്നിട്ട്. പക്ഷെ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് ആ അമ്മയുടെ മകനെ ഒന്ന് നല്ല ചികിത്സ കൊടുത്തിട്ട്, ഇപ്പോൾ എത്ര വയസ്സുണ്ട് അമ്മ മോന്? 17 വയസ്സെടുത്ത് മകനുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ അമ്മയെ ആരെങ്കിലും ഒന്ന് കയ്യേർത്ത് പിടിച്ചിട്ട് ഈ അമ്മയ്ക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കയ്യേർത്ത് പിടിച്ചിട്ട് ഈ അമ്മയെ നമുക്ക് ഇതേപോലെ വിഷമങ്ങളില്ലാത്ത സന്തോഷമായിട്ടിരിക്കുന്ന ഒരു അമ്മയെ നമുക്ക് നൽകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇങ്ങനെ ആരെങ്കിലും ഈ അമ്മയെ ഒന്ന് സഹായിക്കാൻ പറ്റിയാൽ ഈ അമ്മയെ സഹായിക്കുക, ഒന്ന് ചേർത്ത് പിടിക്കുക. ആ മകന് വേണ്ടുന്ന ചികിത്സകൾ, പിന്നെ അത്യാവശ്യം ഈ വീട്ടിൽ ഒരു സാധനങ്ങളും ഇല്ല. ഇപ്പോൾ ഈ വീട് ഞാൻ ഇപ്പോൾ വന്നപ്പോൾ ഈ വീട്ടിൽ എന്താ പറയുക, അത്രത്തോളം ഒരു നേരം ആഹാരം അത്രത്തോളം ബുദ്ധിമുട്ടിലാണെന്നുള്ളത് ഈ ഒരു വീട്ടിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്വന്തം മോന് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു അമ്മയാണ്. അമ്മ വിഷമിക്കുന്നു. അമ്മ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കേട്ടോ, അമ്മയുടെ കൂടെ ഉണ്ട്. അമ്മ കൊണ്ട് വിഷമിക്കണ്ട. മകൻ്റെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വീഡിയോ കാണുന്ന ആരെങ്കിലും കേട്ടോ അമ്മ ചേർത്ത് പിടിക്കും. മകൻ്റെ അസുഖം എല്ലാം മാറ്റും കേട്ടോ. അമ്മയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറും. അമ്മ വിഷമിക്കണ്ട, ഒന്നും ഓർത്ത് കേട്ടോ. എന്നെ കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ചെയ്തു തരും കേട്ടോ. അമ്മ കൊണ്ട് വിഷമിക്കണ്ട. അമ്മ എന്നെ കൊണ്ട് അമ്മയ്ക്ക് കേട്ടോ. അമ്മ അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട. എന്നെ കൊണ്ട് അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഞാൻ അമ്മയ്ക്ക് ചെയ്തു തരും കേട്ടോ. അമ്മ കൊണ്ട് എൻ്റെ അമ്മയെ പോലെ ഞാൻ പറയുകയാണ്, അമ്മ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ, വിഷമമൊന്നും വിചാരിക്കണ്ട. അമ്മയ്ക്ക് എൻ്റെ നമ്പർ ഞാൻ തരാം. അമ്മയ്ക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അമ്മ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. അമ്മ വിഷമം ഒന്നും വിചാരിക്കണ്ട കേട്ടോ, ടെൻഷൻ ഒന്നുമില്ല കേട്ടോ. അമ്മ ഈ വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരും, ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് ഈ അമ്മയുടെ മകനെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ആരെങ്കിലും ഒരാളല്ല, നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ ഈ അമ്മയുടെ മകനെ നമുക്ക് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഈ അമ്മേനെയും മകനെയും നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കുക. ഞാൻ അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നവർ, ഇവിടെ ഗൂഗിൾ പേയോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അമ്മയുടെ ബാങ്ക് അക്കൗണ്ട്, അമ്മ ഉപയോഗിക്കുന്ന കുഞ്ഞു ഫോണാണോ അമ്മ ഉപയോഗിക്കുന്നത്? അത് കേടായിട്ട് ശിവരാമൻ മേടിച്ചു തന്നത്. ആ ഫോണൊന്നും എടുത്ത് നമ്മുടെ അമ്മയ്ക്ക് ഗൂഗിൾ പേ സംവിധാനം ഒന്നുമില്ല, ഇതേപോലെ ഒരു ചെറിയ ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ. ഇത് പറയുന്നത് വെച്ചാൽ സാധാരണ ഒരു കുടുംബമാണ്. അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ സംവിധാനമുള്ള ഫോണൊന്നും അമ്മയ്ക്കില്ല, ഈ ചെറിയൊരു ഫോണാണുള്ളത്. അപ്പോൾ താണ്ടേ, അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ അമ്മേനെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. എന്തെങ്കിലും ആയി പോയിട്ട് നമ്മൾ സഹായിച്ചിട്ട് കാര്യമില്ല, സഹായിക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പ് സഹായിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ അമ്മേനെയും മകനെയും, ഈ അമ്മയ്ക്ക് ആ അമ്മയുടെ ആഗ്രഹം ആ മകന് നല്ല ചികിത്സ കിട്ടുക, ആ അമ്മയുടെ മകനെ വീൽ ചെയറിൽ നിന്ന് എണ്ണിപ്പിച്ച് ആ അമ്മയുടെ മകൻ സ്വന്തമായിട്ട് നടന്ന് ഒരു ജോലി എടുത്ത് അമ്മേനെ നോക്കണം. ഇതാണ് ആ അമ്മയുടെ സ്വപ്നം. ഈ ഇവിടെ വന്ന അയ്യപ്പ സ്വാമി എന്നോട് എനിക്ക് ഈ അനുഗ്രഹം തന്നിട്ടുള്ളത് കേട്ടോ, അല്ലേ?
അതാ ഞാൻ പറഞ്ഞത്. വന്ന് കയറിയപ്പോഴേക്കും ഞാൻ പറഞ്ഞത് എന്തുട്ടാ, ഇത് വാവറെ കണ്ടിട്ട് പോയാൽ മതി അയ്യപ്പൻ്റെ അടുത്തേക്ക്. രണ്ടാളും കൂട്ടുകാരാണ് അല്ലേ, അതല്ലേ പറഞ്ഞോളൂ. ഞാൻ കറുത്ത മുണ്ട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞാൽ തന്നെ എന്താ. ആ ഈ വാവരൊക്കെ ഉണ്ടായാലും ഇത് നമുക്ക് ജാതി മതമൊന്നും ഇപ്പം ഇന്ന് തിരിഞ്ഞിട്ടുള്ള മോനെ അല്ലേ. തീർച്ചയായിട്ടും അത് അല്ല. അതുകൊണ്ട് സ്നേഹം പോലെയാണ് ഈ അയ്യപ്പൻ വാവരുമായിട്ട് നിൽക്കുന്നത് തീർത്തേക്ക്. അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെയുള്ള ഒരു ഇത് നിന്നിട്ടില്ല.